المدرسون والطلاب الأعزاء كلكم على الهضر أهلا وسهلا. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയിലാണ്. ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 18 നമ്മുടെ സ്കൂളിൽ അനവധി പരിപാടികൾ നടത്തി രക്ഷിതാക്കൾക്കുള്ള പ്രബന്ധ മത്സരം നടത്തി. സലാം മാഷ് അറബിയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മോഹം ഉണ്ടായിരുന്നു, 2 വാക്ക് പറയണമെന്ന്. പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഇവിടുത്തെ അറബി അധ്യാപകരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, എനിക്ക് കുറച്ച് എഴുതി തരണം, ഞാനത് അതുപോലെ പ്രസംഗിക്കാം. ഞാനത് പറഞ്ഞിട്ട് എന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തണമെന്ന്, ഫെസ്റ്റുകൾ നടത്തണമെന്ന് കഴിഞ്ഞ വർഷം ആലോചിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തില് മുൻകൂട്ടി തയ്യാറായതുപോലെ ഇന്നലെ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി, ഇന്ന് അറബിക് ഫെസ്റ്റ് നടത്തി. കുറേ ദിവസമായി കുട്ടികളുടെ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് الذي أول من نطق بالضاد والذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يضم ذواقا ولا يمدح مخرجان اللغة العربية الكريمة الشريفة. സ്നേഹസമ്പന്നമായ അറബി ഭാഷയുടെ സമുചിതമായ ഒരു ആഘോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യനായ ഈ കലാലയത്തിന്റെ എച്ചം കാണാൻ സാധ്യമാകുന്നു. അപ്പൊ എത്രമാത്രം മുന്നൊരുക്കങ്ങൾ ഈ പരിപാടിയിൽ ഇതിന്റെ ഓർഗനൈസിംഗ് മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടത്തെ ഒരു പരിസര വീക്ഷണത്തിൽ നിന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതാണ്. അതാണ് സംഘാടനം. വിദ്യാർത്ഥിക്കെങ്ങു താൻ സുഖം, സുഖാർത്ഥിക്കെങ്ങു താൻ വിദ്യ, വിദ്യാർത്ഥി വിടണം സുഖം, സുഖാർത്ഥി വിടണം വിദ്യ. അർത്ഥി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥിക്കുന്ന ആളാണ്, തേടുന്ന ആളാണ്. അപ്പൊ വിദ്യാർത്ഥിക്ക് സുഖം ഉണ്ടാവില്ല, സുഖാർത്ഥിക്ക് സുഖം തേടി പോകുന്നവന് വിദ്യ ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലേ, നിങ്ങൾ മിന്നാമിനിങ്ങനെ പോലെ പ്രകാശിക്കുന്നു, ചിത്രശലഭത്തെ പോലെ ചിറകടിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തൊടിയിലേക്ക് ഓടിപ്പോകും. അവിടെ ഒരു കുറ്റിപ്പുര ഉണ്ടാവും, മറച്ചു കെട്ടിയ കുറ്റിപ്പുര. അതാണ് നമ്മളെ ഭവനത്തെക്കാൾ നമുക്ക് ഇഷ്ടം തരുന്ന ഭവനം. നല്ല ഈന്തിൻ്റെ പട്ട കൊണ്ട്, തെങ്ങോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മൊഞ്ചുള്ള ഒരു കൊച്ചു വീട്, ഒരു കളിവീട്. ആ കളിവീടിൻ്റെ ഉള്ളിൽ വിരുന്നു പോകും, കടയുണ്ടാകും, കടയിലേക്ക് സാധനം വാങ്ങാൻ പോകും. ഒരു ചെറിയ മുട്ടിക്കഷ്ണം ഉണ്ടാകും പെങ്ങളുടെ കയ്യിൽ, അത് അവളുടെ മകളാണ്. അതിനൊരു തൊട്ടിലൊരുക്കിയിട്ട് അവൾ താരാട്ട് പാട്ട് പാടിയിട്ട് ആ ഒരു മരത്തിൻ്റെ മുട്ടിക്കഷ്ണത്തെ കുഞ്ഞാണ് എന്ന് സങ്കല്പിച്ചിട്ട് അതിനെ ഉറക്കും. ആ കുഞ്ഞ് ഉറങ്ങി എന്ന് അവൾ സങ്കല്പിച്ചാൽ പിന്നെ ഞങ്ങളുടെ കുറ്റിപ്പുരയിൽ ഒരാൾക്കും വർത്തമാനം പറയാൻ അധികാരമില്ല. കാരണം അവളെ കുട്ടി ഉണരും. സങ്കല്പ രാജകുമാരി അല്ലേ? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കുന്ന ആന്തോളനങ്ങൾ അത് ചെറുതല്ല എന്നാണ്. അരുണനുദിക്കുന്ന മുൻപേ തൊടികളിൽ അലയുന്ന കാലം മറക്കുവതെങ്ങനെ? ഒരു മയിൽ പേലിയും അരിയമാന്തോപ്പതും ഒരു പുസ്തകത്തിലെ ചെപ്പിൻ സുഗന്ധവും പെരിയ വനത്തിലെ തോപ്പും തൊടികളും ഒരു കുന്നിനോരവും അവയേകും കാഴ്ചയും മാഞ്ചോട്ടിലൊക്കെ മലർത്തല്ലി മഞ്ചരി കായ്ക്കളടരും മഹാവൃക്ഷ സന്നിപം മഞ്ചുള പാടലാമാധരി ശാരിക മീട്ടും മണി വല്ലകിയും ഒരോർമ്മയായി
അന്ന് ആ ബാല്യത്തെ പറ്റി എഴുതുമ്പോ ഉടയ തമ്പുരാനോട് അവസാനം പറയേണ്ടി വന്നു, പേർത്തും പൊങ്കിലി ഭൂമിയിൽ ഈടുറ്റ ബാലനായി മാറാൻ കൊതിപ്പൂ ഞാൻ. ഔദ്യോഗിക അതിഥിയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കലക്ട്രേറ്റിൽ നിന്ന് ആദ്യം ഫോൺ വന്നു, നിങ്ങളെ UAE സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ത്യയെ നയതന്ത്ര ചാനലിലൂടെയാണ് നിങ്ങളെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കൊച്ചി പിന്നെ ഡൽഹിയിലെ കൾച്ചറൽ അറ്റാഷയിലേക്കാണ് UAE ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധിയുടെ മെയിൽ വരുന്നത്. തിമിരമില്ല ഉള്ളിലഗ്നികോടി കാറ്റുരഞ്ഞു തീച്ചീറ്റുന്ന നഗ്നമാം ദുസ്വപ്ന കാമമില്ല, വാഴ്വിൽ ചതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടവെട്ടികെ. നമ്മുടെ വിശിഷ്ടാതിഥി മുനീർ ഹുദവി വിളയിലിനെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഭാഷ നല്ലതാണ്, എല്ലാ ഭാഷയും നല്ലതാണ്. പക്ഷേ ഭാഷയുടെ കൂടെ ഒരു സംസ്കാരം കൂടി വേണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അദ്ദേഹം അതിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും. ഇത് അറബി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു പ്രഭാഷണമല്ല, നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കൂടെ നമ്മുടെ അധ്യാപകർക്കും കൊടുക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ നടന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഏത് വേണം അത് കൊടുക്കാൻ. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. ഭാഷയിലെ അതുപോലെ ഭാഷ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നമ്മൾ ഒരിക്കലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണ്, കുല്ലവു ഖാലൻ ബദറു മിദാദൻ ലികലിമാത്തി റബി, കുല്ലവു ഖാലൻ ബദറു മിദാദൻ ലികലിമാത്തി റബി എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്ത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം ചികഞ്ഞ് പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അതിൽ നിന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്, എന്റെ നാഥന്റെ വചനങ്ങളെ രേഖപ്പെടുത്താൻ പേനയിലെ മഷിയായി ഈ ഭൂലോകത്തിലെ സമുദ്രജലം മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ നാഥന്റെ വചനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പേന ഈ സമുദ്രജലത്തെ മുഴുവൻ വറ്റിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഭൂലോകത്തെ മറ്റു സമുദ്രജലം കൊണ്ടുവന്നാൽ പോലും. അത്രയധികം ഉത്ബോധനങ്ങളുള്ള ഒരു ഭാഷയാണ് അറബി. അറേബ്യൻ സംസ്കാരത്തിൽ ഒരുപാട് بوسيلة التواصلية وهي بل علامة الشخصية الفردية والثقافية. أتمنى لكم شكرا جزيلا مؤسسنا الافتتاحي السيد منير هدبي بليل لقيادته كلمات قيمة في هذه الحفلة، وناظر المدرسة المحترم السيد شريهري ومدير المدرسة السيد سديش كمار ومدرس الأوصياء والجمعية ربي كمار والسيد راجن الماستر السيد ندين ماستر والمعلمة السابقة نفيسة تيتر. أشكر لكم شكرا جزيلا في أعماق قلوبنا على اسم ومنتدى اللغة العربية في